കർത്താവേ, നിന്റെ വിശുദ്ധ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ നാഥ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം. ബാറഖ്മോർ. അക്കാലത്ത് തെത്രർക്കായ ഹെരോദോസ് തൻ്റെ വാർത്ത കേട്ടിട്ട് തൻ്റെ ദാസന്മാരോട്, ഇവൻ യോഹന്നാൻ സ്നാപകനത്രേ, അയാൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവൻ മൂലം അത്ഭുതങ്ങൾ ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഈ ഹെരോദോസ് തൻ്റെ സഹോദരൻ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം യോഹന്നാനെ പിടിച്ചു ബന്ധിച്ച് തടവിലിട്ടിരുന്നു. എന്തെന്നാൽ യോഹന്നാൻ അവനോട്, അവൾ നിനക്ക് ഭാര്യയായിരിക്കുവാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിരുന്നു. അവനെ കൊല്ലുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവൻ ജനസമൂഹത്തെ ഭയപ്പെട്ടിരുന്നു. എന്തെന്നാൽ ജനം അദ്ദേഹത്തെ പ്രവാചകനെ പോലെ സ്വീകരിച്ചിരുന്നു. ഹെരോദോസിൻ്റെ ജന്മദിവസത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നവരുടെ മുൻപിൽ ഹെരോദ്യയുടെ മകൾ നൃത്തം ചെയ്തു. ഹെരോദോസിന് സന്തോഷമായി. അവൻ അവളോട് അവൾ ആവശ്യപ്പെടുന്നതെല്ലാം അവൾക്ക് നൽകാമെന്ന് ആണയിട്ട് ഉറപ്പിച്ചു പറഞ്ഞു. അവളാകട്ടെ സ്വമാതാവിനാൽ ഉപദേശിക്കപ്പെട്ടിരുന്നതുകൊണ്ട്, സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഇവിടെ എനിക്ക് താലത്തിൽ തരണമെന്ന് പറഞ്ഞു. ഇത് രാജാവിന് സങ്കടമായി. എന്നാൽ പ്രതിജ്ഞകളും ഭക്ഷണത്തിനിരുന്നവരും നിമിത്തമായിട്ട് അത് അവൾക്ക് കൊടുപ്പാൻ കൽപ്പനയായി. അവൻ ആളയച്ച് കാരാഗൃഹത്തിൽ വച്ച് യോഹന്നാൻ്റെ ശിരസ് ഛേദിച്ച് ഒരു താലത്തിൽ വരുത്തി ബാലികയ്ക്ക് കൊടുത്തു. അവൾ അത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് തൻ്റെ നിർജീവ ശരീരം എടുത്ത് സംസ്കരിച്ചു. അവർ വന്ന് വിവരം യേശുവിനെ അറിയിച്ചു. അത് കേട്ട് യേശു തനിയെ പടകിൽ ഒരു വിജന പ്രദേശത്തേക്ക് മാറിപ്പോയി. പുരുഷാരം ഇത് കേട്ട് നഗരങ്ങളിൽ നിന്ന് കരവഴിയായി തൻ്റെ പിന്നാലെ എത്തി. യേശു വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരോട് കരുണ തോന്നി. അവരുടെ രോഗികളെ സുഖപ്പെടുത്തി. സന്ധ്യയായപ്പോൾ സ്വശിഷ്യന്മാർ തന്നെ സമീപിച്ച്, ഇതൊരു വിജന സ്ഥലമാണല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിലേക്ക് പോയി അവർക്ക് ഭക്ഷണം വാങ്ങുവാൻ അവരെ പിരിച്ചയക്കണമേ എന്ന് തന്നോട് പറഞ്ഞു. താനാകട്ടെ അവരോട്, അവർ പോകേണ്ട ആവശ്യമില്ല, അവർക്ക് നിങ്ങൾ ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അവർ തന്നോട്, ഞങ്ങളുടെ കൈവശം ഇവിടെ 5 അപ്പവും 2 മീനുമല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. യേശു അവരോട്, അവ ഇവിടേക്ക് എനിക്കായി കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. താൻ പുരുഷാരത്തോട് നിലത്ത് ഭക്ഷണം തിരിപ്പാൻ കൽപ്പിച്ചിട്ട് ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് ദൃഷ്ടി പതിച്ച് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ ശിഷ്യന്മാർ അവ ജനക്കൂട്ടത്തിന് വിളമ്പി. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കൊട്ട നിറയെ അവർ എടുക്കുകയും ചെയ്തു. ഭക്ഷണം കഴിച്ചവരാകട്ടെ സ്ത്രീകളും കുട്ടികളും കൂടാതെ തന്നെ 5000 പേരായിരുന്നു. താൻ പുരുഷാരത്തെ പിരിച്ചയക്കുന്നതിനിടയ്ക്ക് ശിഷ്യന്മാർ പടക് കയറി തനിക്ക് മുമ്പായി ഉടനെ അക്കരയ്ക്ക് പോയിക്കൊള്ളുവാൻ നിർബന്ധിച്ചു. പുരുഷാരത്തെ പിരിച്ചുവിട്ട ശേഷം പ്രാർത്ഥിപ്പാനായി താൻ തനിയെ മലയിലേക്ക് കയറിപ്പോയി. നേരം ഇരുട്ടിയപ്പോൾ താൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പടക് കരയിൽ നിന്നും വളരെ അകലെയായിരുന്നു. പടക് തിരമാലകൾ മൂലം വളരെ ഇളകിക്കൊണ്ടിരുന്നു. എന്തെന്നാൽ കാറ്റ് പ്രതികൂലമായിരുന്നു. രാത്രി 4-ാം യാമത്തിന് യേശു വെള്ളത്തിന്മേൽ നടന്ന് അവരുടെ അടുത്തെത്തി. വെള്ളത്തിന്മേൽ താൻ നടക്കുന്നത് ശിഷ്യന്മാർ കണ്ട് പരിഭ്രമിച്ചു. ഇതൊരു മായക്കാഴ്ചയാണെന്ന് പറഞ്ഞ് ഭയന്ന് നിലവിളിച്ചു. യേശുവോ ഉടനെ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കീപ്പ ഉത്തരമായി തന്നോട്, എൻ്റെ കർത്താവേ, അങ്ങാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മീതെ കൂടെ അങ്ങയുടെ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, വരിക എന്ന് പറഞ്ഞു. കീപ്പ പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുത്തെത്തുവാൻ വെള്ളത്തിന്മീതെ നടന്നു. കാറ്റു കഠിനമാകുന്നു എന്ന് കണ്ടതോടെ അവൻ ഭയപ്പെട്ടു മുങ്ങുവാൻ തുടങ്ങി. അവൻ ശബ്ദമുയർത്തി, എൻ്റെ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് ഉടൻ തന്നെ കൈ നീട്ടി അവനെ പിടിച്ചു. അവനോട്, അല്പവിശ്വാസി, നീ എന്തിനാണ് സംശയിച്ചത് എന്ന് ചോദിച്ചു. അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. പടകിലുണ്ടായിരുന്നവർ വന്ന് തന്നെ നമസ്കരിച്ചുകൊണ്ട്, അങ്ങ് സത്യമായും ദൈവപുത്രനാകുന്നു എന്ന് പറഞ്ഞു. അവർ യാത്ര ചെയ്ത് ഗന്നസേർ ദേശത്തെത്തി. ആ സ്ഥലത്തെ ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞു. അവർക്ക് ചുറ്റുമുള്ള സകല ഗ്രാമങ്ങളിലേക്കും ആളയച്ച് കഠിന രോഗബാധിതരായ എല്ലാവരെയും തൻ്റെ അടുക്കൽ കൊണ്ടുവന്നു.